إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ശക്തമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൃഷ്ടാവും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ അനിവാര്യമായ സ്വഭാവത്തിൽ, അവൻ്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് അവൻ്റെ അറിവ് പരിധികളില്ലാത്തതാണ് എന്നത്. റഹ്മാനായ റബ്ബിൻ്റെ അറിവിന് മുമ്പെന്നോ പിമ്പെന്നോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല, പരിധികളില്ല. റഹ്മാനായ റബ്ബ് നേരത്തെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ അറിയുന്നത് പോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് എന്നത് ഏതെങ്കിലും നിലക്ക് നേടിയെടുക്കുന്നതല്ല, ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതല്ല. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം, ഖാലിഖായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനിവാര്യമായ സ്വഭാവത്തിൽ, വിശേഷണത്തിൽപ്പെട്ടതാണ് അവൻ്റെ അറിവ് ഈ നിലക്ക് പരിധികളില്ലാത്തതാണ്, പരിമിതികളില്ലാത്തതാണ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ് അൽ ഗൈബ ഇല്ലല്ലാഹ്. വരാനിരിക്കുന്ന, എന്നാൽ അതുപോലെ അറിയുന്ന മറ്റൊരു സൃഷ്ടിയുമില്ല എന്നത്. അള്ളാഹുവിനൊരു വിശേഷണ ഗുണമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, ഒരു വിശേഷാൽ ഒരു സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു വിശേഷ ഗുണം മറ്റൊരാൾക്ക് ഉണ്ടാവുകയില്ലല്ലോ. അതാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദിന്റെ താല്പര്യം എന്ന് നമുക്കൊക്കെ അറിയാം. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നു എന്നത് സൃഷ്ടാവായ അള്ളാഹുവിന്റെ സവിശേഷമായ ഗുണത്തിൽപ്പെട്ടതാണ്. അത് മറ്റൊരു സൃഷ്ടിക്കും അറിയുക സാധ്യമല്ല. പ്രവാചകനോട് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, കുൽ, പ്രവാചകരെ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒരാളും അറിയുന്നില്ല, അൽ ഗൈബ ഇല്ലല്ലാഹ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, ഗൈബിയായ വിവരങ്ങൾ അത് അള്ളാഹു അല്ലാതെ ഒരാളും ആകാശത്തിലും ഭൂമിയിലും അറിയുന്നില്ല എന്ന വിവരം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകളെ കുറിച്ചൊക്കെയും എണ്ണി ഖുർആൻ പറഞ്ഞു, അവർക്കൊന്നും അറിയില്ല.
അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവർ, അള്ളാഹുവിന്റെ ഏറ്റവും റഹ്മാനായ റബ്ബിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ള മലക്കുകളാണ്. അള്ളാഹുവിന്റെ ദാത്തിനോട്, അവനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ആകാശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ അവന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് അവനോട് മുഖറബീങ്ങളായി ഏറ്റവും സാമീപ്യമായി നിൽക്കുന്നത് മലക്കുകളാണ്. ആ മലക്കുകൾക്ക് അത് അറിയുകയില്ല എന്നത് ചരിത്രത്തിൽ പല സ്ഥലങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ ഉള്ള സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ലോകത്തെ എല്ലാ കാര്യത്തിന്റെയും പേരുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അറളഹും അലൽ മലായിക, എന്നിട്ട് മലക്കുകളെ വിളിച്ച് ആ വസ്തുക്കളൊക്കെ അവർക്ക് മുന്നിൽ പ്രകടമാക്കി കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഫഖാല അംബിഊനി ബി അസ്മാഇ ഹഉലാഇ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾക്ക് ഈ നിരത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വസ്തുക്കളുടെ പേരുകൾ അറിയുമോ എന്ന് മലക്കുകളോട് ചോദിച്ചു. അപ്പൊ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, ഖാലു സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയുകയില്ല. ഒന്നും റഹ്മാനായ റബ്ബ് അറിയിച്ചു കൊടുത്തതല്ലാതെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഗൈബിയായ വിവരങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയത് വിവരിച്ചു കൊടുത്തതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് അറിയുകയില്ല. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ തീർച്ചയായും അലീമും ഹക്കീമുമാണ് എന്നായിരുന്നു മലക്കുകൾ മറുപടി കൊടുത്തത് എന്നാണ്. പിന്നെ അതിന് സാധ്യതയുള്ളത് ആരാണ്? മനുഷ്യരെക്കാൾ നന്നായി സൃഷ്ടിപ്പിൽ മനുഷ്യരെക്കാൾ കൂടുതൽ കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ള, ശാരീരികമായ കഴിവുകൾ കൊടുത്തിട്ടുള്ള ജിന്നുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അവർക്ക് ഗൈബിയായ വിവരങ്ങളൊക്കെ അറിയാം, വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊരു തെറ്റിദ്ധാരണ, എന്നൊരു അഹംഭാവം ജിന്നുകളിൽ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം വിശദീകരിക്കുമ്പോൾ അവരുടെ ആ മനസ്സിലുണ്ടായിരുന്നത് വെറും ഒരു ഗർവ് നടിക്കൽ മാത്രമാണ്, അല്ലാതെ ഒരിക്കലും അവർക്ക് ഗൈബിയായ വിവരങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഥവാ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കീഴിൽ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത ജിന്നുകൾ ഉണ്ടായിരുന്നു. ആ ജിന്നുകളെ കൊണ്ട് നിർബന്ധിതമായി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല ജോലികളും ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്ത് അറിഞ്ഞിരുന്നില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിരുന്നില്ല. ഖുർആൻ പറയാണ്, ഫലമ്മ ഖളൈനാ അലൈഹിൽ മൗത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണം അള്ളാഹു വിധിച്ച സമയത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബ്ബത്തുൽ അർദി തഅകുലു, ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു മൃഗവും ഒരു ജീവിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു ദാബ്ബത്തിന് മാത്രമാണ് അത് മനസ്സിലായത്. അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വടി ഊന്നിപ്പിടിച്ച് നിൽക്കുന്ന വേളയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ വടി ചിതലരിച്ച് വടി ആ ചിതല് അങ്ങനെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഊന്നുവടിയിലെ ആ താങ്ങി നിൽക്കുന്നത് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീണു. അപ്പോഴാണ് ജിന്നുകളടക്കമുള്ള സേവകരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വഫാത്ത് മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പൊ ആ താപത്തിനെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത്. ഫലമ്മ ഖറ, അങ്ങനെ തബയ്യനത്തിൽ ജിന്നു, ഈ സംഭവത്തോടുകൂടെ ജിന്നുകൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ച കഠിനമായ ജോലി ഈ ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു, സുലൈമാൻ നബി മരിച്ചത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ജിന്നുകൾ പറഞ്ഞു എന്നാണ്. അപ്പൊ അവർക്കും ഗൈബിയായ വിവരങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, അദൃശ്യമായ വിവരമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന മുർസലീങ്ങൾ, പ്രവാചകന്മാർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾ, അവർക്ക് ഗൈബിയായ വിവരങ്ങൾ അറിയുകയില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൗമ യജ്മഉല്ലാഹു റുസുല, പരലോകത്ത് വെച്ച് അള്ളാഹു മുർസലീങ്ങളെ, പ്രവാചകന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഫയഖൂലു മാദാ ഉജിബ്തും, നിങ്ങൾക്ക് എന്താണ് മറുപടി നൽകപ്പെട്ടത് എന്ന് ചോദിക്കും. ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ് എന്ന് മുർസലീങ്ങൾ എല്ലാവരും അള്ളാഹുവിനോട് മറുപടി പറയും. റബ്ബേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതകാലത്ത് അറിയിച്ചു തന്നതല്ലാതെ എന്തായിരുന്നു ഞങ്ങൾക്ക് ശേഷം പിന്നെ നടന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിവില്ല. ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്, നീയാണ് അദൃശ്യമായ ജ്ഞാനങ്ങളെല്ലാം അറിയുന്നവൻ, നീയാണ് എന്ന് മുർസലീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയും. ഇനി ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോഴും അവരുടെ ചരിത്രത്തിലുമൊക്കെ അദൃശ്യമായ ഒന്ന് അവർക്കറിയുമായിരുന്നില്ല എന്ന് ഖണ്ഡിതമായി ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, കുൽ, അങ്ങ് പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ്, അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലില്ല, എനിക്കാണെങ്കിൽ അദൃശ്യമായ ജ്ഞാനവുമില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സമൂഹത്തെ പ്രബോധനം ചെയ്യുമ്പോൾ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ റബ്ബിന്റെ ഖജനാവ് എന്റെ കയ്യിലല്ല, എനിക്ക് അങ്ങനത്തെ ദിവ്യത്വങ്ങളില്ല. എനിക്ക് റഹ്മാനായി റബ്ബിനെ അറിയുന്നത് പോലെ മനുഷ്യരുടെ വരും വരായികകളെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തി അങ്ങനെ റഹ്മാനായ റബ്ബ് വഹയിലൂടെ അറിയിച്ചു തന്നതല്ലാതെ എനിക്ക് എന്റേതായ ഒരു കഴിവ് അങ്ങനെ ഇല്ല എന്ന് പറയാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആവശ്യപ്പെടുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇത്തരത്തിൽ തന്നെയാണ് പഠിപ്പിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നത്. വലൗ കുൻതു അഅലമുൽ ഗൈബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സൂറത്തുൽ അഅറാഫിൽ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വലൗ കുൻതു അഅലമുൽ ഗൈബ, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അദൃശ്യമായ വിവരങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഇവിടെ ധാരാളം നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ അത് നേരത്തെ കണ്ട് മുൻകൂട്ടി ചെയ്ത് ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് നന്മകൾ, അവരുടെ ജീവിതത്തിൽ ഹൈറായി ഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. വലാ മസ്സനിയ സൂ, എനിക്കാണെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു മോശം അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുകയില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ആവശ്യപ്പെട്ടു. ഇനി പ്രവാചകന്മാരുടെ ചരിത്രം നോക്കൂ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ അള്ളാഹു ഇവരെയൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത് വലിയ സൈന്യം ഭരണാധികാരിയായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഈ സൈന്യത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയ സമയത്ത് ഒരു മരപ്പക്ഷിയെ കാണുന്നില്ല, ഹുദ്ഹുദിനെ കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, എന്താണ് ഹുദ്ഹുദിനെ ഞാൻ കാണാത്തത്? അത് എവിടെ പോയി? അത് വരാത്തതാണോ അതല്ല ഞാൻ കാണാത്തതാണോ എന്നൊക്കെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു ആ സൈന്യത്തോട്. എന്നിട്ട് പറയുകയാണ്, ആ ഹുദ്ഹുദ് എത്രയും പെട്ടെന്ന് ഇവിടെ ഹാജരായി ഇവിടെ സമയത്തിന് വരാതിരുന്നതിന്റെ പ്രശ്നം എന്നെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ അതിനെ കഠിനമായി ശിക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്തുകളയും, അതും അല്ലെങ്കിൽ ഉഴുതുർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പ്രഖ്യാപിക്കുകയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. നോക്കൂ, ഒരു ഹുദ്ഹുദ് അത് വരാതിരുന്നതിന്റെ കാരണം എന്താണ് എന്ന് പോലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോഴല്ലാതെ അറിയുന്നില്ല. നബിമാർക്ക് ഗൈബിയായ വിവരങ്ങൾ, അദൃശ്യമായ ജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹുദ്ഹുദ് എവിടെ പോയി എന്ന് അന്വേഷിക്കില്ല. കാരണം അതിന്റെ കാരണം സുലൈമാൻ നബിക്ക് അറിയണം. മാത്രമല്ല ആ ചരിത്രത്തിന്റെ തുടർന്ന് ആ ഹുദ്ഹുദ് വന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചിലതൊക്കെ എനിക്കറിയാം. അങ്ങ് ദൂരെ ദിക്കിൽ സബയിൽ ഒരു രാജ്ഞിയുണ്ട്, ഒരു സമൂഹമുണ്ട്. അവർ അള്ളാഹുവിന് പുറമെ സൂര്യനെ ആരാധിക്കുന്ന, സൂര്യന് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അവർക്ക് ഒരു രാജ്ഞിയുണ്ട്, ആ രാജ്ഞിക്കാണെങ്കിൽ ലോകത്തെ എല്ലാ നിഅ്മത്തുകളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിക്കുകയാണ്. നോക്കൂ, ഗൈബിയായ വിവരം അറിയുമെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഹുദ്ഹുദിനോട് പറയണം, അതൊക്കെ എനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അവിടെയുള്ള ജനതയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. അവർ അള്ളാഹു അല്ലാതെ സൂര്യന് സുജൂദ് ചെയ്യുന്നവരാണ് എന്ന വിവരം എനിക്ക് നേരത്തെ അറിയാം എന്നാണ് ഗൈബിയായ വിവരം ഒരു പ്രവാചകന് അറിയുമായിരുന്നെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. നീ പറയുന്നത് സത്യമാണോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കത്തെഴുത്ത് ഇടപാടുകൾ നടത്തുകയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അവർക്ക് ഗൈബിയായ വിവരങ്ങൾ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് അറിയുമായിരുന്നെങ്കിൽ ഒരുപാട് നിലക്കുള്ള ഖൈറുകൾ ജനങ്ങൾക്ക് വെട്ടിപിടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് തന്നെയും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ പിന്നെ അവിടുത്തെ സ്വഹാബത്തിന് പല ഘട്ടങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ. ശത്രുക്കളായ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് ദൂരദിക്കിൽ നിന്ന് ഞങ്ങൾ വരികയാണ്, ഞങ്ങൾക്ക് ദീന് പഠിക്കാൻ വേണ്ടി അങ്ങയുടെ അനുചരന്മാരിൽ നിന്ന് ഖുർആൻ നന്നായി അറിയുന്ന കുറച്ചുപേരെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ജെന്യൂനായി, വളരെ ശരിയായ രൂപത്തിൽ അപ്രോച്ച് ചെയ്യാണ് ആളുകൾ ചോദിക്കാണ് എന്ന നിസ്വാർത്ഥമായ പ്രവാചകന്റെ മനസ്സിലാക്കലിൽ കുറെ സ്വഹാബികൾ അവരുടെ കൂടെ പറഞ്ഞയച്ചു. പക്ഷെ ഇതൊരു ചതിയായിരുന്നു. ആ സ്വഹാബികളെ കൊണ്ടുപോയി വധിക്കുകയാണ് ശത്രുക്കളായ ആളുകൾ ചെയ്തത്. അത് പ്രവാചകന് വലിയ വിഷമമുണ്ടാക്കി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന അത്ര രൂപത്തിൽ പ്രവാചകൻ അത് വിഷമമുണ്ടാക്കി. നോക്കൂ, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? സ്വന്തം അനുചരന്മാരെ, പ്രവാചകൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവിടുത്തെ അനുചരന്മാരെ ശത്രുക്കളുടെ മുന്നിൽ വരാനിരിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും അവർ ചെയ്യാനിരിക്കുന്ന കുരുതിയെക്കുറിച്ച് അറിഞ്ഞിട്ടും അവരുടെ മുന്നിലേക്ക് വെച്ചുകൊടുത്തു അനുചരന്മാരെ എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട യുദ്ധങ്ങൾ, അവിടെയൊക്കെ സ്വഹാബികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെയും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പേ ഒരു ജൂത സ്ത്രീ തന്ന വിഷത്തിന്റെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു
എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇപ്പൊ വിശന്നു പോകുന്ന ഒരു സമയത്ത് ജൂത സ്ത്രീ കൊടുത്തൊരു ഭക്ഷണത്തിന്റെ ഉള്ളിൽ തന്നെ വേദനിപ്പിക്കാൻ, തന്നെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ഒരു വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ അത് കഴിക്കുമായിരുന്നില്ല. ഇങ്ങനെ എത്രയെത്ര അധ്യായങ്ങളാണ്, ചരിത്രാധ്യാപനങ്ങളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. എനിക്ക് ഈ പറയുന്ന രൂപത്തിൽ അദൃശ്യമായ വിവരങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ഏറ്റി നൽകുമായിരുന്നു. അതല്ല, വമ മസ്സനിയ സൂഉ, എന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പിടികൂടുകയും ചെയ്യുമായിരുന്നില്ല. എന്നാൽ അത് പ്രവാചകൻ അത് അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തിൽ, അവിടുത്തെ സ്വഹാബികളുടെ ജീവിതത്തിലൊക്കെ വലിയ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മലക്കുകൾക്ക്, അത് കഴിഞ്ഞാൽ ശാരീരികമായി ഒരുപാട് കൂടുതൽ വ്യത്യാസ്തതകളുള്ള ശക്തി നൽകിയിട്ടുള്ള ജിന്നുകൾക്ക്, ഇനി മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠരായ അമ്പിയാക്കൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബിയായ വിവരം അറിയില്ല എങ്കിൽ അത് പിന്നെ ലോകത്തൊരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും അറിയുകയില്ല എന്നത് ഖണ്ഡിതമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ നോക്കൂ, മനുഷ്യരുടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി, ആത്മീയ ചൂഷണത്തിന് വിധേയമാക്കാൻ വേണ്ടി ഗൈബിയായ വിവരങ്ങൾ, അദൃശ്യ ജ്ഞാനങ്ങൾ അറിയാം എന്ന് വാദിച്ചു വരുന്ന പലരും വിശേഷിച്ചും നമ്മുടെ തന്നെ ഉമ്മത്തിന്റെ കൂട്ടത്തിലുണ്ട്. അത് വളരെ ഗുരുതരമായ സ്വഭാവത്തിലാണ് അത്തരം കാര്യങ്ങളെ പണ്ഡിതന്മാർ സമീപിച്ചിട്ടുള്ളത്. ആരെങ്കിലും ഗൈബിയായ വിവരങ്ങൾ എനിക്കറിയാം എന്ന് നിരുപാധികമായി വാദിച്ചാൽ അവന്റെ ഹുക്മ് കുഫ്റാണ്, അവൻ കാഫിറാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അദൃശ്യജ്ഞാനം അറിയാം, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാം എന്നാരെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ശക്തിയും അള്ളാഹുവിനുള്ള സ്വഭാവവും അവനുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. അത്ര ഗുരുതരമായ ഒരു വാദമായിരിക്കും. അതുകൊണ്ട് തന്നെ നിരുപാധികമായി എനിക്ക് അദൃശ്യജ്ഞാനങ്ങൾ അറിയാം, നാളെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം, ഒരു മാധ്യമങ്ങളും ഇല്ലാതെ വിവരങ്ങൾ എനിക്ക് കിട്ടും എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നതും ആ പറയുന്ന വാചകവും അവന്റെ ഹുക്കുമും ഒക്കെ കുഫറിൽ ചെന്ന് വധിക്കുമെന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അത്തരക്കാരായ ആളുകളെ സത്യപ്പെടുത്തുന്നതോ അതും കുഫറിന്റെ പണിയാണ്. ഗൈബ് അറിയാം എന്ന് ആരെങ്കിലും പറയുന്നു, ആ പറയുന്നതിനെ നമ്മൾ സത്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിലോ, ഞാൻ സൃഷ്ടിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷാലുള്ള ഒരു ഗുണത്തെയാണ് അവൻ വാദിക്കുന്നത്. ഓക്കെ, ഇന്ന ആൾക്ക് സൃഷ്ടിക്കാൻ പറ്റും, അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാൻ പറ്റും, അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിപ്പ് നിർവഹിക്കാൻ പറ്റും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ എന്താണോ അയാളുടെ ഹുക്മ്, അതുപോലെ തന്നെ ആയിരിക്കും അദൃശ്യജ്ഞാനം എനിക്കറിയാം എന്നൊരാൾ പറഞ്ഞാൽ അത് സത്യപ്പെടുത്തിയാൽ അയാളുടെയും വിഷയത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ഉണ്ട് ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടി, ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി, അവരനുഭവിക്കുന്ന വേദനയുടെയും പ്രയാസത്തിന്റെയും ഭൗതിക പ്രയാസത്തിന്റെയും ഒക്കെ അവർക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അത്തരം പ്രയാസങ്ങൾ എവിടെ നിന്നെങ്കിലും മാറിക്കിട്ടട്ടെ എന്ന് ചിന്തിച്ച് എല്ലാ വാതിലുകളും മുട്ടുന്നിടത്ത് ഇത്തരം അദൃശ്യജ്ഞാനം അറിയാമെന്ന് വാദിക്കുന്നവരുടെ വാതിലുകൾ മുട്ടും. ഇവരുടെ പ്രയാസത്തെ ചൂഷണം ചെയ്ത് അത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് കോലം കെട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ റഹ്മാനായ റബ്ബിനല്ലാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുക സാധ്യമേയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ വിശ്വാസം. അത് അതിര് കടക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വാദിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ട്. ചിലരൊക്കെ ഈ ഭാവിയെ പ്രവചിക്കുന്ന ചിലർ, അവർ നടത്തുന്ന പ്രവചനങ്ങൾ വളരെ അക്യുറേറ്റ് ആയി വരാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. മതപരമായി തന്നെ അത്തരം ചില കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? പിശാച് അവർക്ക് നൽകുന്ന ചില ദുർബോധനങ്ങളാണ്. അപ്പൊ പിശാചിന്റെ ഗൈബിയായ വിവരങ്ങൾ അറിഞ്ഞിട്ടല്ല, മറിച്ച് ആകാശലോകത്ത് നടക്കുന്ന വർത്തമാനങ്ങളെ കട്ടുകേട്ട് പിശാച് അവന്റെ കൂട്ടാളികളായ, അവനെ ആരാധിക്കുന്നവരായ അവന്റെ അടിമകൾക്ക് മുന്നിൽ സമർപ്പിച്ചു കൊടുക്കും. അങ്ങനെ വിവരങ്ങൾ കിട്ടുമ്പോഴാണ് ചില കാര്യങ്ങളെങ്കിലും ഒക്കെ ഭാവിയിൽ നടക്കാനിരിക്കുന്നത്. മറഞ്ഞ കാര്യത്ത് ഒരിക്കലും എനിക്ക് വിവരം കിട്ടിയിട്ടില്ലാത്ത, എനിക്ക് അറിയാത്തൊരു ഒരു വ്യക്തി എൻ്റെ മുന്നിൽ വരുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ ഇന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതറിയാൻ പറ്റുന്നവരായ പൈശാചികമായ ഒരു സ്വാധീനം അവർക്കുണ്ടാകുന്നത് കൊണ്ടാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെയും, പറയുന്നത് ശരിയായാൽ തന്നെയും അത്തരം ആളുകളെ സമീപിക്കുക പാടില്ല എന്നാണ് നമ്മളെ ഇസ്ലാം ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കഹാനുകളായ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരായ ആളുകളെ സമീപിക്കുന്നവരെ കുറിച്ച് വളരെ ഗുരുതരമായ താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദഖഹു ബിമാ യഖുലു ഫഖദ് കഫറ ബിമാ അൻസല അലാ മുഹമ്മദ്. ആരെങ്കിലും ഭാവി പ്രവചിക്കുന്നവന്റെ അരികിൽ ചെന്നിരുന്നു എന്നിട്ട് അവൻ പറയുന്ന കാര്യങ്ങൾ സത്യപ്പെടുന്ന വിധത്തിൽ അവൻ അംഗീകരിച്ച് അവന്റെ അരികിൽ പോയിരുന്നാൽ
അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയിട്ടുള്ള വഹിയിൽ നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെ തന്നെ ആധുനികമായ ചില രൂപങ്ങളെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭാവിയെക്കുറിച്ച് പറയാൻ ഒരാൾക്കും ഇവിടെ അവകാശമില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ അതിന് ചിലപ്പോൾ ഭൗതികപരമായ ചില കാര്യങ്ങളൊക്കെ ഗണിച്ച് നമുക്ക് ചില ആളുകളുടെ സ്വഭാവം അവരുടെ പോക്കൊക്കെ കണ്ടാൽ ഇങ്ങനെ ആകാനാണ് സാധ്യത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഭൗതികപരമായ പഠനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലയിരുത്തലുകളോ ഒന്നും അല്ലാതെ ഭാവിയെ പ്രവചിക്കുന്ന ഏത് സമീപനത്തെയും നമ്മൾ മാറി നിൽക്കണം. ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് കാണാം. ഞാനിനി 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ആരെയൊക്കെ വിവാഹം ചെയ്യുക എന്നൊക്കെ ഭാവിയെ പ്രവചിക്കുന്ന, ഞാൻ എവിടെ എത്തും, 10 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്തായിരിക്കും എന്നൊക്കെ പ്രവചിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളുമായി ഇടപെടുന്നതിനെയും പണ്ഡിതന്മാർ ഈ കാഹിനുകളെ, ഈ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് അതേ ഗൗരവത്തിലും വിധിയിലുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാവി അറിയുക എന്നത് റഹ്മാനായ റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. അവൻ്റെ ഒരു സൃഷ്ടിക്കും അതറിയുക സാധ്യമല്ല. അതറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവർക്ക് പിന്നിൽ ആത്മീയ ചൂഷണത്തിന്റെ വേരുകളും ചിന്തകളും ഉണ്ട് എന്ന് ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീന് പഠിപ്പിച്ചു തരുന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആരുടെയും മുന്നിൽ ആത്മീയ ചൂഷണങ്ങൾക്ക് വിധേയമാക്കാതെ നമ്മുടെ ആ വിശ്വാസവും അതുപോലെ തന്നെ ഭൗതികമായ നമ്മുടെ കാര്യങ്ങളും സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. റഹ്മാനായ റബ്ബ് ശരിയായ വിശ്വാസത്തിൽ ഊന്നി നിന്ന് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മരണപ്പെട്ടു പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നടത്തിയ ഒരു പ്രവചനമുണ്ട്. ലാ തഖൂമു സാഅതു ഹത്താ യുഖ്ബദൽ ഇൽം. അന്ത്യദിനം സംഭവിക്കുകയില്ല 1-2 കാര്യങ്ങൾ അത് പ്രകടമായി വന്നാലല്ലാതെ. എന്നൊരു ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്ബദൽ ഇൽം, അറിവ് ഉയർത്തപ്പെടും, പിടിക്കപ്പെടും. പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടെ പിന്നീട് വൈജ്ഞാനികമായി അടിത്തറയുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ അറിവ് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. രണ്ടാമത്തേത് തക്സുറു അസ്സലാസിൽ, ഭൂമി കുലുക്കങ്ങൾ വർദ്ധിക്കും. യതഖാറബു സമാൻ, കാലഘട്ടം ചുരുങ്ങി വരും. സമയം അത് പണ്ടത്തെ പോലെ ഇല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. വതൽഹറു അൽ ഫിതൻ, ഇവിടെ ഫിത്നകൾ വ്യാപകമായി ഉണ്ടാകും. വയക്സുറു അൽ ഹറജ്, ഹറജ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് ഹറജ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ൽ, അത് കൊലപാതകങ്ങളാണ്, പരസ്പരമുള്ള യുദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പ്രവാചകൻ തന്നെ കണക്കുകൂട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല, മറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന പ്രവചനങ്ങൾ അത് വളരെ കൃത്യമായി പുലർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ചില അടയാളങ്ങളായി പറഞ്ഞത്, ഒന്ന്, വൈജ്ഞാനികമായ ആളുകൾ പിന്നോട്ട് പോകും. ഉള്ള പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടെ പിന്നീട് അറിവുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. അത് വിശദമായി തന്നെ പ്രവാചകൻ വേറെയും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭൂചലനങ്ങൾ വർദ്ധിക്കും. പ്രപഞ്ച പ്രതിഭാസങ്ങളിലൂടെ വരുന്ന ദുരന്തങ്ങളുടെ വർധനവ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അതിൽ തന്നെ പറഞ്ഞതാണ് ഫിത്ന വർദ്ധിക്കും. ഫിത്ന വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി തന്നെ കൊലപാതകം, പരസ്പര യുദ്ധവും ഒക്കെ വർദ്ധിക്കും. അപ്പൊ നാൾക്ക് നാൾ ഖിയാമത്ത് നാൾ ആകുന്നത് വരെ യുദ്ധം, മനുഷ്യർ പല കാരണങ്ങളാൽ പരസ്പരം നടത്തുന്ന യുദ്ധം, അത് വർദ്ധിച്ചു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ കാലഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ മനുഷ്യരുടെ ജീവിത ചരിത്രം എടുത്തു നോക്കിയാൽ ഭൂമിയുടെ പല സ്ഥലങ്ങളിലായി മനുഷ്യർ തമ്മിൽ നടത്തുന്ന യുദ്ധം അത് വർദ്ധിച്ചു വരും. അതിന് ഖിയാമത്ത് നാളോട് അടുക്കുന്ന സമയത്ത് കൂടുതൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമാണ്. അപ്പോൾ യുദ്ധം ഒക്കെ അവസാനിക്കാൻ പോകാണ്. നാടുകൾ തമ്മിലുള്ള അതിരുകളൊക്കെ മാറി യുദ്ധമൊക്കെ അവസാനിച്ച് ഏതോ വലിയ ഉട്ടോപ്യ രാജ്യം ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യം തന്നെ അവരെ സത്യപ്പെടുത്തുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോഴും അവരുടെ ആ ഒരു പറച്ചിലൊക്കെ വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. നോക്കൂ, ഇപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ചില യുദ്ധങ്ങൾ, അതിൽ നമ്മളെപ്പോഴും വളരെ കോഷ്യസായി നിൽക്കുന്ന, നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ വൈകാരികമായി നോക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുദ്സിന്റെ മണ്ണ്, അത് കാലങ്ങളായി യുദ്ധമുഖരിതമാണ്. ഇപ്പോൾ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ അതിലുണ്ടാകുന്നു. ഇവിടെ കാലങ്ങളായി ഫലസ്തീനികളെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ ഖുദ്സിന്റെ പരിസരത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളിവിട്ട് അവരുടെ ഹോസ്പിറ്റലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധരംഗത്തെ എല്ലാ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഒരു തലമുറകളെ കാലങ്ങളായി
കണ്ണുനീരിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യർ, ഒരു വിഭാഗം ആളുകൾ, അവർക്ക് കഴിഞ്ഞ ദിവസത്തിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ അവരുടെ ചില കരച്ചിലിൻ്റെ രംഗമൊക്കെ ആധുനിക അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അവരിങ്ങനെ ആളുകളുടെ മുന്നിൽ എന്താ പറയാണ്, കരയാണ്. അവർ ഭിക്ഷ തെണ്ടുന്നത് പോലെ ആളുകളോട് തെണ്ടാണ്, ഇതൊന്ന് നിർത്തൂ, ഈ യുദ്ധം ഒന്ന് നിർത്തൂ എന്ന്. അവരുടെ കൂട്ടത്തിലെ കുറേ ബിൽഡിങ്ങുകൾ ഒന്ന് തകർത്തപ്പെട്ടപ്പോൾ, ഒരു ഹോസ്പിറ്റലിന് അതിന്റെ പ്രയാസം നേരിട്ടപ്പോൾ അവർ വന്ന് വിളിക്കുന്ന നിലവിളി നമ്മൾ കാണാണ്. അപ്പുറത്ത് നോക്കൂ, തലമുറകളായി ജീവിക്കാൻ കഴിയാതെ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നിലക്കും നിലനിൽക്കാത്ത ഒരു തീവ്രവാദം അടിച്ചേൽപ്പിച്ച് അതിനെ ഇവിടെ നിന്ന് ഓൽപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ, അവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന വിഷയത്തിൽ ആ നാടിനെ സ്നേഹിക്കുന്ന പലരും പതിറ്റാണ്ടുകളെ കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു പട്ടണം ഒന്നാകെ നശിപ്പിച്ച് നടത്തുന്ന ഒരു കുരുതിക്ക് ചില മറുപടികളൊക്കെ അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിമോചിപ്പിച്ച ആ മണ്ണ്, അത് നമ്മുടെ വികാരമാണ്. അത് കൂടുതൽ കലാപങ്ങളില്ലാതെ ആ മണ്ണ് വീണ്ടും വിശ്വാസികളുടെ കൈകളിലേക്ക് മടങ്ങി വരാനാണ് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. ഇനിയും ഒരുപാട് നിരപരാധികളുടെ രക്തം ചിന്താതെ തന്നെ അള്ളാഹു ആ പരിശുദ്ധ ഭൂമി വിശ്വാസികളുടെ കൈകളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന ഒരു രംഗത്തെ കാണാൻ, അത് പുലർന്നു കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒപ്പം അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കൂടെ ശക്തിപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. ആ നിലക്ക് നമ്മൾ വായിക്കണം. ഇത് ഫിത്നകൾ വർദ്ധിക്കും, പ്രത്യേകിച്ചും ഇത്തരം കൊലപാതകങ്ങളും യുദ്ധങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് അതിന്റെ പരിഹാരം എന്ന് വിശദീകരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ അവലംബിച്ചു പോകുമ്പോൾ നിങ്ങൾ ആ ഫിത്നകളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് ഖുർആനും സുന്നത്തുമാണ്. ഈ വിഷയം പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വൈകാരികതകൾക്കൊക്കെ അപ്പുറത്ത് ഖുർആനും ഹദീസും പ്രമാണവുമാണ് ഈ വിഷയത്തിൽ. ഇതൊരു രാഷ്ട്രങ്ങൾ മാത്രം തമ്മിലുള്ള ഒരു പ്രശ്നമൊന്നുമല്ല, മറിച്ച് ഇത് ആത്യന്തികമായി ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ആദർശത്തിന്റെ കൂടെ വിഷയമാണ്. അവിടെ നമുക്ക് നിർഭയത്വം കിട്ടുക എപ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ മുസ്ലിമീങ്ങൾ വിജയക്കൊടി പാറിക്കൽ എപ്പോഴാണ്, അത് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് അവർ മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. അതിന് നമ്മളൊക്കെ ഭാഗമാണ്. ഏതോ നാട്ടിൽ നിൽക്കുന്ന പ്രശ്നത്തെ രാഷ്ട്രീയമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മളൊക്കെ വിശ്വാസപരമായി എത്രമാത്രം ശുദ്ധി പുലർത്തുന്നുണ്ട്, ആത്മീയമായ ശുദ്ധി നമ്മൾ എത്ര കണ്ട് പുലർത്തുന്നുണ്ട്, അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുക എന്നത് പരിശുദ്ധ ഖുർആന്റെ വാഗ്ദാനമാണ്. അപ്പൊ നമ്മൾ കൂടെ അതിനെ ഒരു പാർട്ട് ആ നിലക്ക് നമുക്കൂടെ നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. റഹ്മാനായ റബ്ബ് ഇനിയും കുറെ പ്രയാസങ്ങളില്ലാതെ, ഇനിയും കുറെ നിരപരാധികളുടെ രക്തം അവിടെ ചിന്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ ഭൂമി മുസ്ലിമീങ്ങൾക്ക് വിട്ടുകിട്ടാനുള്ള ഒരു സാഹചര്യത്തെ റഹ്മാനായ റബ്ബ് നീ എളുപ്പത്തിൽ പുലർത്തി നൽകണം. റഹ്മാനെ, അവിടെ വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്ന നിന്റെ ശത്രുക്കളെ, ദീനിന്റെ ശത്രുക്കളെ നീ 2 ലോകത്തും അവർക്ക് കനത്ത നഷ്ടങ്ങളെ പ്രദാനം ചെയ്യണം. റഹ്മാനെ, അള്ളാഹുവെ, ശക്തമായ ഒരു നേതൃത്വത്തിൽ അണിനിരന്ന് ഈ പ്രശ്നത്തെ മറികടക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു നൽകണം. റഹ്മാനെ, ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. الله